ഹായ് കൂട്ടുകാരെ, എന്നോട് വിശേഷമൊക്കെ. ഞാൻ ബിൻസി രാജേഷ്. എല്ലാവരും എൻ്റെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുകയും തരണം കേട്ടോ. ആദ്യമായിട്ട് തുടങ്ങിയത് അതിൻ്റെ ആയിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം പിന്നെ എന്നാണ്ട് വിശേഷമൊക്കെ. ഇപ്പം നേരം വെളുത്തതേ ഉള്ളൂ. സമയം 9 മണി. നേരം വെളുത്തല്ല കേട്ടോ, 9 മണിയായി. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നേരം വെളുക്കുന്നതൊക്കെ ഉള്ളൂ. 8 മണിയൊക്കെ ആകും എണീക്കുമ്പോൾ. എന്നാന്ന് വെച്ചാൽ നേരം വെളുത്ത് ഇനിയിപ്പോൾ സമയം മാറി മാറി വരുന്നതിൻ്റെ നേരം വെളുത്ത് വരുന്നതിന് ഇച്ചിരി താമസമൊക്കെ ഉണ്ട്. അപ്പം ഏറ്റൊക്കെ വന്ന് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടൊക്കെ ഇനിയിപ്പം ഇവിടെ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. എനിക്ക് ഈ ഇട കൊണ്ടുവന്നത് ഇവിടുത്തെ അപ്പച്ചൻ മരിച്ചു പോയി കഴിഞ്ഞപ്പം അമ്മച്ചിക്ക് ഭയങ്കര വിഷമമായിരുന്നു. 93 വയസ്സുണ്ട് കേട്ടോ. അവർ 75 വർഷത്തോളം ഒന്നിച്ച് ജീവിച്ചവരാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര മെൻ്റലി ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മച്ചി പണ്ട് നല്ല പ്രായത്തിൽ ഒരുപാട് കോഴികളെ വളർത്തിയിട്ടുണ്ട്. മുട്ട വിറ്റും ഒക്കെ ഒരുപാട് ഈ 8 മക്കളെ നോക്കിയതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മച്ചി ഇവിടെ കോഴീനെ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെയൊക്കെ ചെന്ന് നോക്കുമോ, ഈ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ പോയി നോക്കുമോ, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു സങ്കടം പറച്ചിലും ഭയങ്കര എന്തോ ഒരു വിഷമം വന്നപ്പോഴത്തേനും ഈ മക്കൾക്ക് എല്ലാവർക്കും കൂടെ ഇത് കേൾക്കുകയും ഇത് കാണുകയൊക്കെ ചെയ്തപ്പം മക്കളെല്ലാവരും കൂടെ തീരുമാനിച്ചു ഒരു 3-4 കോഴീനെ മേടിച്ചിട്ട് കൊടുക്കാം. അപ്പം 3-4 കോഴീനെ മേടിച്ച് അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അമ്മച്ചിക്ക് അതൊരു മനസ്സിന് സന്തോഷമാകുമല്ലോ. അതാണ് ഇവിടുത്തെ മക്കളെ എല്ലാവരുടെയും അവരുടെ പേരൻസിന് സന്തോഷമാകാൻ വേണ്ടിയിട്ട് എന്ത് കാര്യവും അവർ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഓരോ കെയർ ടേക്കർമാരെ ആയിട്ട് ഈ ഇസ്രായേൽ ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അവരുടെ പേരൻസിനെ, പ്രായമായവരെ നല്ല ബെറ്ററായിട്ട് നോക്കാനും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ കെയർ ഗീവർ ആയിട്ട് ഇവിടെ വന്നതിൻ്റെ കഥകളും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഇവിടെ എന്താണ് ജോലിയെന്നും ഇവിടെ വരുന്നവർ ഏതൊക്കെ രീതിയിലാണ്, എന്താണ് ഇവിടുത്തെ ജോലി, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം കേട്ടോ. പയ്യെ ചെറിയൊരു നോവൽ കഥകളൊക്കെ ആയിട്ട് ഇങ്ങനെ പറയാം. എനിക്കങ്ങനെ വലിയ കഥയൊന്നും പറയാനൊന്നും അറിയത്തില്ല. ചെറിയൊരു പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന് ചെറിയ വേദികളിലൊക്കെ ചെറിയ സംസാരിച്ചൊക്കെ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം ആ കൂട്ടുകാരെ നമുക്ക് പുറത്തിറക്കാം. കുറച്ച് 3-4-5 പേരെ കൊണ്ടുവന്നാണ്. ഒരാൾക്ക് ഇന്നലെയൊക്കെ ഭയങ്കര ക്ഷീണമായിരുന്നേ. അപ്പം ഇന്ന് ചിലപ്പം ജീവനോടെ കാണത്തില്ല, കാരണം അതുപോലെ ക്ഷീണമായിരുന്നു. അതിനെന്താണ് നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്ക് കോഴിക്ക് എന്തെങ്കിലും മഞ്ഞൾ വെള്ളം അരച്ചു കൊടുക്കുമോ, അല്ലെങ്കിൽ പനിയാണെന്ന് തോന്നിയാൽ നമ്മുടെ പാരസെറ്റാമോൾ ഒരു ഇച്ചിരി അരച്ചൊക്കെ ഇങ്ങനെ ഇഞ്ചി മഞ്ഞളും ഒക്കെ അരച്ചു കൊടുക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. ഇവർ പറയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ നാട്ടിൽ കോഴീനെ വളർത്തിയിട്ടുണ്ട്, നമ്മൾ നാട്ടിൽ മുയൽ കൃഷി ചെയ്തിട്ടുണ്ട്, കോഴി കൃഷി ചെയ്തിട്ടുണ്ട്, ആടിനെ വളർത്തിയിട്ടുണ്ടെന്നൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടുത്തെ രീതിയല്ല അവിടുത്തെ രീതി. അതുകൊണ്ട് അങ്ങനെ ഒരെണ്ണത്തിന് ഒരിച്ചിരി ക്ഷീണമായിരുന്നു ഇന്നലെ. അപ്പോൾ അതിനെന്ത് സംഭവിച്ചെന്ന് നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ കൂട്ടുകാരെ തുറന്നു വിടാം കേട്ടോ. അപ്പോൾ പോകാം, വാതിലൊക്കെ തുറന്ന് പോകാം.